ഹായ് ഹലോ, ഇന്ന് ഞാനൊരു ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് വന്നേക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണണേ, എന്നാലേ മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. കൂടെ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായ ശേഷം 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം 1/2 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയ ശേഷം ഒരു ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ സാധാരണ കുറച്ച് അധികം ഇടാറുണ്ട്, ഇപ്രാവശ്യം കുറച്ച് ഇടുന്നുള്ളൂ. അതിൻ്റെ റീസൺ എന്താണെന്ന് പിന്നീട് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു സവാള അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. സവാള വേഗം വഴണ്ടി വരാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ അത്യാവശ്യം വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരൂരാന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി മതി. അതുപോലെ തന്നെ വെളുത്തുള്ളി 3-4 എണ്ണം മതി കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നോടം വരെ വഴറ്റി കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഒരു ബൗൾ നിറച്ചും ബീൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ് എല്ലാം ചെറുതായിട്ട് അരിഞ്ഞതാട്ടോ. അതുപോലെ ക്യാബേജ് എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടി ഒരു 1/4 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേണം വേവിക്കാൻ. നമ്മുടെ പച്ചക്കറികളൊക്കെ അടച്ച് വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഞാൻ ഉപ്പിട്ട് കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ വീണ്ടും കുറച്ചിട്ടിരുന്നു. ഇപ്പം നമ്മുടെ പച്ചക്കറികളൊക്കെ അത്യാവശ്യം ഒരു 3/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ചീരയാണ് ഇടുന്നത്. നമ്മുടെ നാടൻ ചീരയല്ല കേട്ടോ, ചായ മനസ്സ ആ ചീരയാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഒരു ബൗളിൽ 1/4 ഭാഗത്തോളം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ നിങ്ങൾക്ക് സവാള ഇട്ട ശേഷം ഇടാം കേട്ടോ. ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. അതൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി നമുക്ക് വേവിച്ചെടുക്കണത്. ചീരയൊക്കെ വേഗം വേവും കേട്ടോ. ഇപ്പോൾ നമ്മുടെ പച്ചക്കറികളും ചീരയും തേങ്ങയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/2 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 3/4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തത് കേട്ടോ. പക്ഷെ 1/2 ഗ്ലാസ് മാത്രമേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. അത്രയ്ക്ക് മതിയാവും. അധികം ഒന്നും ഉണ്ടാക്കില്ല, കുറച്ച് ഉണ്ടാക്കുള്ളൂ കേട്ടോ. ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് അതൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റോസ്റ്റഡ് റവ ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ചീശെ ഇട്ട് കൊടുക്കുവാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, അത് ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ. കുറച്ചീശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം കേട്ടോ. കാരണം ഈ പച്ചക്കറിയിൽ നമ്മൾ ഓൾറെഡി വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തേക്കണം. അതുകൊണ്ട് തന്നെ അതിനകത്ത് കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇതും കൂടി ആകുമ്പോൾ കറക്റ്റ് ആവും കേട്ടോ. ഈ 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുമ്പോൾ കറക്റ്റ് ആവേ. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. മുതിർന്നവർക്കായാലും ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് ആ റവ ഒന്നുകൂടെ ഹെൽത്തി ആവുക കേട്ടോ. അപ്പോൾ നമ്മുടെ റവയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുറച്ചീശെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം ഞാൻ മറന്നു, വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാൻ ആ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. റവയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനത് വീഡിയോയിൽ കാണിക്കാൻ മറന്നു പോയതാട്ടോ. അപ്പോൾ എല്ലാവരും വെള്ളം തിളച്ച് വരുന്ന ടൈമിൽ തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ. ആ റവയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഓൾറെഡി പച്ചക്കറിക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് വേണം ഉപ്പൊക്കെ ഒന്ന് ആഡ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ
റവ ഇട്ടത് നമ്മൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് വേണം വേവിക്കാൻ. അടച്ച് വയ്ക്കുമ്പോൾ കട്ട പിടിക്കണമെന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, കട്ട പിടിക്കാണ്ട് നല്ല തരി തരി പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ അടച്ച് വയ്ക്കും 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ. എന്നിട്ട് അതിലോട്ട് 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒഴിക്കുമ്പോൾ നല്ല ഹെൽത്തിയാണ് കേട്ടോ, ഒന്നുകൂടെ സോഫ്റ്റ് ആവുകയും ചെയ്യും. ഇപ്പം നമ്മുടെ റവയൊക്കെ വെന്ത് ഇപ്പം നല്ല ഉപ്പുമാവ് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കറിവേപ്പില എന്താ കുറച്ചിടണമെന്ന്, അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ ചീര ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. ചീര ഇടുന്നതുകൊണ്ട് കറിവേപ്പില കുറച്ചതാണ്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില അതിൻ്റെ മുകളിലോട്ട് ഇടാം. ഇത് ഓപ്ഷണലാണ്, കാരണം ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ല കേട്ടോ മല്ലിയില ഇടുന്നത്. എനിക്കിഷ്ടമാണ്, വീട്ടിലിഷ്ടമാണ് കേട്ടോ ഇതൊക്കെ. ഇപ്പോൾ ഉപ്പുമാവ് നമ്മുടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര ഹെൽത്തിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമ്മൾ ഉപ്പുമാവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പം നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നോടം വരെ ബൈ.